ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് BJP ഇപ്പോൾ ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിലാണ് നിൽക്കുന്നത്. അതും ഒരു മാസ്റ്റർ പ്ലാനോടുകൂടിയാണ്. ഈ മറ്റൊരു പാർട്ടികൾക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സംവിധാനം BJPക്കുണ്ട്. അതായത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളെ ക്ലാസ് തിരിക്കുക. നമ്മൾ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ A ക്ലാസ് മണ്ഡലങ്ങളാക്കി മാറ്റി നിർത്തി. തൃശ്ശൂരിൽ വൻ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് വിജയിച്ചില്ലെങ്കിലും വിജയം നേടിയ ഒരു പ്രതീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് അതിവിദൂരമൊന്നും അല്ലതാനും. അപ്പോൾ BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ കാൽവെപ്പാണ് നടത്തുന്നത്. നമുക്ക് എങ്ങനെ അതിനെ വിലയിരുത്താം? ഇതിനകത്തുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ BJPയുടെ സംസ്ഥാന ഘടകം, അത് ശ്രീ കെ സുരേന്ദ്രൻ നേതൃത്വം കൊടുത്ത സംസ്ഥാന ഘടകമല്ല, അതിന് മുൻപുള്ള സംസ്ഥാന ഘടകങ്ങളായാലും അവരൊരു ചിട്ടയായ പ്രവർത്തനം, ഒരു വളരെ ടാറ്റിക്കലായും അതുപോലെ തന്നെ സ്മാർട്ട് വർക്കും, സത്യത്തിൽ നമ്മൾ പറയാറുണ്ട് ഹാർഡ് വർക്കാണ് കൂടുതലും BJP കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ പ്രവർത്തകന്മാർ കഠിനാധ്വാനം ചെയ്ത് വളരെ വലിയ രീതിയിൽ വോട്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ട്, പക്ഷേ ഞങ്ങൾ കഴിഞ്ഞൊരു 10 വർഷമായി അല്ലെങ്കിൽ ഒരു 8 വർഷമായി സ്മാർട്ട് വർക്ക് കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപിജിയുടെ വിജയമായാലും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ CPMഉം കോൺഗ്രസും ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് ഒരു കാലത്തിൽ നമ്മൾ ഈ വോട്ടർ പട്ടികയ്ക്കകത്തുള്ള ആൾക്കാരെ മുഴുവൻ പഠിച്ച് അവരെ കൃത്യമായി വോട്ട് ചെയ്യിപ്പിക്കും. നമ്മളപ്പോൾ ചെയ്യുന്ന വീട് വീടാന്തരം കയറി രാത്രി 12 മണി വരെ ചുവരെഴുതി എല്ലാം ചെയ്യും. പക്ഷേ അവസാന നിമിഷം വോട്ട് എണ്ണി വരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ചെയ്യുന്നത് 6 മാസം മുന്നേ വോട്ടർ പട്ടിക പഠിച്ച് ഇതിൽ പുറത്ത് പോയ അല്ലെങ്കിൽ നമ്മുടെ വന്ന് ചെയ്താൽ നമുക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ച് അനുസരിച്ച് അവരെ കൊണ്ടുവരാനുള്ളൊരു പ്രോസസ്സ് ഉണ്ടാക്കി അവരെ കൃത്യമായി വന്ന് ചെയ്തു പോയോ വോട്ട് ചെയ്തോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നൊരു ഒരു വളരെ ടാക്റ്റിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച്, ഇലക്ഷനെ വളരെ പ്രൊഫഷണലായി ഇലക്ഷനുകളെ അപ്രോച്ച് ചെയ്യുന്നൊരു രീതി കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് BJPക്കകത്ത് വളരെ സജീവമായി തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ വളർന്നു വന്നതിൻ്റെ ഒരു ഗുണവും ഒപ്പം നമ്മുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനവും, ഈ 2 കാര്യങ്ങളാണ് നമ്മളെ സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും സാറിന് പൊതുപ്രവർത്തന മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് അറിയാം, ഏറ്റവും ഹാർഡായി ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകർ ആര് എന്ന് ചോദിച്ചാൽ അത് BJPയുടെ പ്രവർത്തകരാണ്. കാരണം ഒന്നും കിട്ടില്ല എന്ന് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലും ജയിക്കില്ല എന്ന് എല്ലാവരും തള്ളിപ്പറഞ്ഞ സമയത്തും അപമാനിച്ച സമയത്തും കളിയാക്കിയ സമയത്തും അതിനെയൊക്കെ പുഞ്ചിരിയോടുകൂടി നിന്നുകൊണ്ട് അതിലല്ല ഞങ്ങൾ ജയിക്കും. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ 1988 തുടങ്ങിയതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഭരിക്കാൻ അവസരം ഉണ്ടാവും എന്ന് ഞങ്ങൾ പറയാൻ തുടങ്ങിയത്. പക്ഷെ ഭരിച്ചത് 2025 എത്തുമ്പോഴാണ്. ദേശീയ തലത്തിൽ പോലും 2 സീറ്റുമായിട്ടാണ് തുടങ്ങിയത്. അതെ, ആ പരിഹാസങ്ങളെയും ആ അവസ്ഥകളെയും ഒക്കെ അതിജീവിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ രാഷ്ട്രീയമായി വളർന്നു. അത് ജനകീയ അടിത്തറ കൊണ്ട് തന്നെയാണ് വളർന്നത്, ജനങ്ങളുടെ ഒരു കരുണ കൊണ്ട് തന്നെയാണ് വളർന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഈ രാജീവ് ചന്ദ്രശേഖർജിയുടെ ടീം വന്ന സമയം മുതൽ നമ്മളൊരു കൃത്യമായ ഒരു അജണ്ട കേരളത്തിൻ്റെ മുൻപാകെ വെച്ചു. അതൊരു വികസിത കേരളം എന്നുള്ളൊരു അജണ്ട വെച്ചു. ആ അജണ്ടയെ പിൻപറ്റിയാണ് സാധാരണ നമുക്ക് ഓരോ ഇലക്ഷനുകളിലും ഓരോ നറേഷനാണ് വരാറ്. പക്ഷേ ഇത്തവണ 2026 നറേഷൻ നമ്മൾ 2025 വെച്ചു. എന്നിട്ട് ആ നറേഷൻ്റെ കൂടെയാണ് നമ്മൾ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്ക് വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉയർത്തിയിട്ടുള്ള വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഒരു അംഗീകാരം കിട്ടി എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് വിലയിരുത്തുന്ന ഞങ്ങളുടെ രാഷ്ട്രീയമായ അഡ്വാൻറ്റേജ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷം നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം ഞങ്ങൾക്ക് വോട്ടായി മാറിയിട്ടുണ്ട്. കേരളത്തിനകത്ത് ഇടതു വലതു മുന്നണികൾ നടത്തുന്ന ഒരു നറേറ്റീവ് യുദ്ധമുണ്ട്. പല കാര്യങ്ങളും ഞങ്ങളുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് ഏകപക്ഷീയമായി ഞങ്ങളെ കുറ്റവാളികളായി 2 പേരും കൂടി ചേർന്ന് പ്രഖ്യാപിച്ചു പോകുന്ന ഒരു നറേറ്റീവ് വർക്ക്. ആ നറേറ്റീവ് വർക്കിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്മാർട്ട് വർക്ക് കൊണ്ട് ഞങ്ങൾ പൊളിച്ചു കളഞ്ഞത്. ആ നറേറ്റീവ് വർക്ക് ഇനി കേരളത്തിൽ വിലപ്പോവില്ല. കാരണം അജണ്ട സെറ്റ് ചെയ്യുന്ന പാർട്ടിയും അജണ്ട തീരുമാനിച്ച് അജണ്ടയിലേക്ക് 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും കൊണ്ടുവന്നെത്തിക്കുന്ന പാർട്ടിയായി BJP വളർന്നു കഴിഞ്ഞു. അത് സാറിന് ഇപ്പോൾ മാധ്യമരംഗത്ത് കണ്ടാൽ തന്നെ അറിയാം. പണ്ട് ഏകപക്ഷീയമായി ആക്രമിച്ചുകൊണ്ടിരുന്ന മാധ്യമ ചർച്ചകളിൽ നിന്ന് നമുക്ക് ഒരു ഹൈപ്പ് കിട്ടുന്ന നിലയിലേക്ക് ഞങ്ങൾ വളർന്നു വന്നു കഴിഞ്ഞു. ഞങ്ങളുടെ ലീഡർഷിപ്പ് അതിനനുസരിച്ച് വളർന്നു, ഞങ്ങളുടെ ടാക്റ്റിക്കൽ അപ്രോച്ചുകൾ അതിനനുസരിച്ച് വന്നു, ഞങ്ങളുടെ മറ്റെല്ലാ സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്നു. ഇതൊക്കെ കേരളം പോലൊരു ഹാർഡ് ടാസ്ക് സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ കഠിനാധ്വാനമാണ് എന്നുള്ളതാണ് അതിൻ്റെ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം. അല്ലാതെ ഞങ്ങളൊരു പ്രത്യേക തരം മിഷൻ ഒന്നും കൊണ്ടുവന്നിട്ട്. അപ്പോൾ 2 തരത്തിലുള്ള പ്രവർത്തനമാണ്, സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും.
ഇത് മറ്റാർക്കും ഇല്ലാത്ത തരത്തിലുള്ള അല്ല ഉണ്ടായിരുന്നു. ആ. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ LDFനും കോൺഗ്രസും അത് നഷ്ടപ്പെട്ടു. കാരണം പ്രവർത്തകർക്ക് ആ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റ് നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഹാർഡ് വർക്കിന്റെ തോത് കുറയും, സ്മാർട്ട് വർക്കിന്റെ തോതും കുറയും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തകന്മാർ, കഠിനാധ്വാനികളായ പ്രവർത്തകന്മാർ, അവർ ഒന്നും ആഗ്രഹിക്കാതെ നിസ്വാർത്ഥമായി ഈ സംഘടന വളരണം എന്നുള്ള ആഗ്രഹം കൊണ്ട്, ഇപ്പോൾ സാറിന് തന്നെ അറിയാലോ, ഒരു ഭരണം കിട്ടുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ആയിരിക്കും ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുണ്ടാവുന്ന മാറ്റങ്ങൾ. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഭരണം കിട്ടി, വളരെ വലിയ സ്വപ്നമാണ്. ഇപ്പോൾ സാറിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെയൊക്കെ ഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം എൻ്റെയൊക്കെ തലമുറയ്ക്ക് പിറകെ നടന്ന ഒരുപാട് ആളുകൾ വളരെ വലിയ രക്തമൊഴുക്കി, വിയർപ്പൊഴുക്കി ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്തി മുന്നോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയത് ഞങ്ങളുടെയൊക്കെ ഒരു തലമുറയ്ക്ക് ഒക്കെ. അത് എല്ലാ തരത്തിലും എല്ലാ പ്രവർത്തനങ്ങളുടെയും അതെ. അപ്പൊ അത്രയും ഭാഗ്യം സിദ്ധിച്ച ഞങ്ങളുടെ തലമുറയിലുള്ള പ്രവർത്തകർ പോലും കഠിനാധ്വാനികളായി മാറുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ പ്രസ്ഥാനത്തിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ഞാൻ ആ നിലയ്ക്കാണ് അതിനെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ആ ഭാഗ്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും എന്നുള്ള രീതിയിലാണ്, ഒരു സംശയവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിലെത്തി കേരളത്തിൽ നല്ലൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അടുത്ത ലക്ഷ്യം നിയമസഭ തന്നെയാണ്. അടുത്ത ലക്ഷ്യം നിയമസഭയിൽ ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് 3-4 സീറ്റൊക്കെ ചിലപ്പോൾ BJP ജയിക്കും. മുമ്പ് അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. ഒരു സീറ്റ് നേമത്ത് ജയിച്ചാൽ ജയിച്ചു എന്ന് പറഞ്ഞിടത്ത് നിന്ന് 3-4 സീറ്റൊക്കെ ചിലപ്പോൾ BJP ജയിക്കും എന്ന് പറയുന്നിടത്ത് നിന്ന് ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് ഒരു 30-40 സീറ്റുകളിലേക്ക് വിജയിച്ച് കയറാൻ പറ്റുന്ന ഒരു സ്മാർട്ട് വർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ 34 മണ്ഡലങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അല്ല, അങ്ങനെ ഒരു അറിവ് എനിക്കില്ല. എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു അറിവ്, നമ്മൾ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം എല്ലാ മേഖലകളിലും നടത്തും. ഇപ്പോൾ ആലപ്പുഴ ജില്ലയൊക്കെ സാറിൻ്റെ ഒരു മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന കാലഘട്ടം സാറിന് ആലോചിച്ചാൽ, ആലപ്പുഴ ജില്ലയൊക്കെ BJPക്ക് വളരെ ടഫറായിട്ടുള്ള സ്റ്റേറ്റ്, വിപ്ലവത്തിന്റെ വളരെ ടഫറായിട്ടുള്ള ഒരു പോർഷൻ ആയിരുന്നു. കേരളത്തിൽ ഒരിക്കലും BJPക്ക് ഒരു ക്ലച്ച് പിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണത് കൊല്ലം ജില്ല. കൊല്ലം ടൗണൊക്കെ എന്ന് പറഞ്ഞാൽ അതെ, കൊല്ലം ചാത്തന്നൂർ പ്രദേശങ്ങളില്ല. പുനലൂരിൽ ഞങ്ങൾ ആദ്യമായി അക്കൗണ്ട് തുടങ്ങുന്നു. കടക്കലിൽ ഞങ്ങൾ ആദ്യമായി അക്കൗണ്ട് തുറക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു വലിയ മാറ്റം, ജനങ്ങളുടെ ഹൃദയത്തിനകത്തൊരു വലിയ മാറ്റം. ഇപ്പോൾ നേരത്തെയൊക്കെ BJPയെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്താലും ജയിക്കില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് പൊതുവേ കേരളത്തിനകത്തുണ്ടായിരുന്നു. ആ കൺസെപ്റ്റ് നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി മാറ്റിക്കൊണ്ട് വരുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2025 തീരാറാകുമ്പോൾ, നാളെ 2026 പിറക്കുമ്പോൾ, ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് കൃത്യമായ ഒരു മെസ്സേജ് കൺവേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്താൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും, ഞങ്ങൾക്ക് ഭരിക്കാൻ സാധിക്കും. എക്സാമ്പിൾ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ ഈ 34 മണ്ഡലം എന്ന് പറഞ്ഞാൽ 140 മണ്ഡലങ്ങളിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ട്, അത് പറയാൻ കാര്യം. പക്ഷേ 34 ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വോട്ട് വിഹിതം അത്തരത്തിലാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 40,000 45,000 ഇടയിൽ വോട്ട് പിടിച്ചിടം, 35,000 40,000 ഇടയിൽ വോട്ട് പിടിച്ച്, ഇങ്ങനെ ക്ലാസ് തിരിച്ചുള്ള ഒരു രീതി ഉണ്ടല്ലോ. അത് മോശമെന്നല്ല പറയുന്നത്, അത് നല്ലതല്ല. നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു അപ്പർ സ്റ്റേജ് എന്നുള്ള നിലയിലായിരിക്കാം ചിലപ്പോൾ ഞാൻ പറയുന്ന സാറ് പറയുന്ന കാര്യം ഞാൻ എടുക്കുന്നത് അങ്ങനെയാണ്. അതായത് ബലാബലം നിൽക്കുന്ന 35 മണ്ഡലങ്ങൾ എന്നുള്ള ക്ലാസിഫിക്കേഷനിലായിരിക്കും സാർ പറയുന്നത്. അതായത് നമുക്ക് ഏത് നിമിഷവും ഒരു 2-3 അല്ലെങ്കിൽ 5% വോട്ടിന്റെ ഹൈക്ക് ഉണ്ടായാൽ വിജയത്തിലേക്ക് കയറാൻ സാധിക്കുന്ന ചില മണ്ഡലങ്ങൾ, അങ്ങനെയാണ് 34 മണ്ഡലങ്ങൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ആ 34 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ പ്രകടനം ഞാൻ മറ്റു പല സ്ഥലങ്ങളിലും സൈലന്റ് മാജിക്കുകൾ ഉണ്ടാവും. കാരണം ഇത്തവണ ഞാൻ ഇവിടെയും മറ്റു പല ചാനലിലും ചർച്ചയ്ക്ക് പോയപ്പോൾ തൃപ്പൂണിത്തുറയൊന്നും ആരും വിശ്വസിച്ചിരുന്നില്ല ഞങ്ങൾ പറഞ്ഞപ്പോൾ. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു, തൃപ്പൂണിത്തുറ, കൊടുങ്ങല്ലൂർ നിങ്ങൾ പറഞ്ഞോ, പക്ഷെ തൃപ്പൂണിത്തുറയിൽ എങ്ങനെ? കാരണം അതിൻ്റെയൊക്കെ കാരണം വളരെ സിമ്പിളാണ് സാർ. കാരണം ഇപ്പോൾ കൊടുങ്ങല്ലൂരിലൊക്കെ ഞങ്ങൾ ജയിക്കുന്നൊരു പ്രതീതി ഉണ്ടാവുമ്പോൾ ഇടതിനും വലതിനും ഒന്നിക്കും. പക്ഷെ ഞങ്ങൾ ജയിക്കില്ല എന്ന് അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ മാജിക് ഉണ്ടാക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ CPMന്റെ വലിയ ആത്മവിശ്വാസമായിരുന്നു. CPMന്റെ പല നേതാക്കന്മാരും എല്ലാ ചാനൽ ചർച്ചകളിലും പറഞ്ഞു, ഇല്ല, CPM അല്ലാതെ ഒരാൾ ജയിച്ചില്ലേ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.